CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കാലാതീതമായ സർഗസൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിച്ച കലാകേരളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിക്ക് വിട നൽകി നാട്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-നും പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 27-നും നടക്കും. ഗുരുവായൂർ നഗരസഭയുടെ ആദ്യ കൌൺസിൽ യോഗത്തിൽ തന്നെ കല്ലുകടിച്ചു. നഗരസഭാ ഓഫീസിന് മുന്നിൽ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. കൌൺസിൽ അവസാനിച്ച ശേഷം പ്രതിപക്ഷ കൌൺസിലർമാർ സെക്രട്ടറിയുടെ മുറിയിലെത്തി പ്രതിഷേധം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഭാഗികമായി തകർന്ന മാഞ്ചിറ പാലം പുനർനിർമ്മിക്കും. തുടർ നടപടിക്കായി മരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിന് പദ്ധതി കൈമാറി. അടുത്ത ദിവസം മണ്ണ് പരിശോധന നടത്തും. വെറ്ററൻസ് അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന 1ാം കേരള സ്റ്റേറ്റ് വെറ്ററൻസ് അത്ലറ്റിക്സ് മെഗാ ചാമ്പ്യൻഷിപ്പ് 2025ന്റെ ഉദ്ഘാടനം നടന്നു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് അത്ലറ്റിക് ഗ്രൗണ്ടിലാണ് മീറ്റ് നടക്കുന്നത്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വ പെരുന്നാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ക്രിസ്മസ് കരോൾ കഴിഞ്ഞു വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ മറ്റൊരു കാറിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ പാവർട്ടി സെന്റ് ജോൺസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഗുരുവായൂരപ്പന് വഴിപാടായി വെങ്കലത്തിൽ തീർത്ത പൂജാ സെറ്റും ചിരാതുകളും സമർപ്പിച്ചു. പൊന്നാനി കറുകത്തിരുത്തി സ്വദേശി സുബ്രഹ്മണ്യനും കുടുംബവുമാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ ദേവമാതാവിന്റെ പുകഴ്ച പെരുന്നാളിനും ഇടവകയുടെ 64ാമത് വാർഷിക പെരുന്നാളിനും കൊടിയേറി. ഡിസംബർ 25-26 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. കേന്ദ്ര സർക്കാർ പാസാക്കിയ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിനെതിരെ കേരള കർഷക സംഘം എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ധനുമാസത്തിലെ തിരുവാതിരയുടെ ഭാഗമായി കാട്ടകമ്പാൽ വാണി സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തിരുവാതിര വാണ്യത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ ആർട്ട് കാമ്പാൽ എന്ന പേരിൽ ചിത്രരചനാ മത്സരം നടത്തി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെമ്മന്തിട്ട യൂണിറ്റ് കൺവെൻഷൻ നടത്തി. പഴുന്നാന LH ഹാളിൽ ഒരുക്കിയ സിന്ധു മണികണ്ഠൻ നഗറിൽ നടന്ന കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ സൺഡേ സ്കൂൾ കുട്ടികളും യുവജന പ്രസ്ഥാനാംഗങ്ങളും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ഡിസംബർ 23-ന് നടത്തുന്ന റോഡ് ഷോയുടെ ആരംഭം കുറിച്ചാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള ചാലിശ്ശേരി സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ ക്രിസ്മസ് കരോൾ നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.